കുഞ്ഞൂട്ടന്റെ കഥ തുടരുന്നു. അവൻ തത്തമ്മയെ നോക്കി കണ്ണുരുട്ടി. ഇപ്പം മുളക്കും, കാത്തിരുന്നോ അവിടെ. മരമണ്ടൻ കുഞ്ഞൂട്ട, സ്വർണം മുളച്ച് കായ്ക്കുന്ന അത്ഭുത വയലെന്ന് വിശ്വസിപ്പിച്ച് കള്ളത്തിരുമാലികളായ കുറുക്കനും പൂച്ചയും മുൻപും പല പാവങ്ങളെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്. അവരുടെ നാണയങ്ങളെല്ലാം അവർ കൈക്കലാക്കുകയും ചെയ്തു. നീയും ഈ ചതിയിൽപ്പെട്ടല്ലോ. തത്തമ്മ സഹതപിച്ചു. എന്ത്, എൻ്റെ 4 നാണയങ്ങൾ നഷ്ടപ്പെട്ടെന്നോ? അവൻ തരിച്ചിരുന്നു പോയി. പിന്നല്ലാതെ, നീ എവിടെന്ന് പോയപ്പോൾ തന്നെ അവർ കുഴിമാന്തി നാണയങ്ങളുമായി സ്ഥലം വിടുന്നു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ആ കൊള്ളക്കുറുക്കന് ഞണ്ടുമില്ല, തമ്മാടിപ്പൂച്ച കുരുടനുമില്ല. നിന്നെ വിശ്വസിപ്പിക്കാൻ അവർ നടത്തിയ നാടകമാണ് അതൊക്കെ, തത്തമ്മ വിശദീകരിച്ചു. അത് വിശ്വസിക്കാതെ അവൻ വയലിലിറങ്ങി സ്വർണ്ണ നാണയങ്ങൾ നട്ട കുഴി മാന്തി നോക്കി. നാണയത്തിന്റെ പൊടി പോലും കാണാതെ വന്നപ്പോൾ അവന് കാര്യം മനസ്സിലായി. രാരിത്തത്തമ്മേ, ഞാനിനി എന്താ ചെയ്യുക? നാണയമില്ലാതെ ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖത്തെങ്ങനെ നോക്കും? അവൻ പരീക്ഷണനായി ചോദിച്ചു. അതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഇവിടെ അടുത്തൊരു ന്യായാധിപനുണ്ട്, അദ്ദേഹത്തെ കണ്ട് ഒരു പരാതി കൊടുത്തു നോക്കൂ. ഇങ്ങനെ ഉപദേശിച്ച് രാരിത്തത്തമ്മ പാടിക്കൊണ്ട് പറന്നുപോയി. കുറുക്കനെയും പൂച്ചയും നല്ലൊരു പാഠം പഠിപ്പിക്കണമെന്നും നിശ്ചയിച്ച് കുഞ്ഞൂട്ടൻ ന്യായാധിപന്റെ അടുത്തേക്ക് പാഞ്ഞു. അവിടെയും വിചിത്രമായ അനുഭവങ്ങൾ അവനുണ്ടായി. തടിമാടനായ ഒരു ആൾക്കുരങ്ങായിരുന്നു ന്യായാധിപൻ. പരാതിക്കാർ പലരും ന്യായാധിപന്റെ അടുത്തെത്തി ആവലാതി ബോധിപ്പിക്കുന്നത് അവൻ കണ്ടു. ആളൊഴിഞ്ഞപ്പോൾ അവൻ അദ്ദേഹത്തെ കണ്ട് കള്ളക്കുറുക്കനും തമ്മാടിപ്പൂച്ചയും തൻ്റെ 4 സ്വർണ്ണ നാണയങ്ങൾ തട്ടിയെടുത്തെന്ന് പരാതിപ്പെട്ടു. എല്ലാം ക്ഷമയോടെ കേട്ടപ്പോൾ ന്യായാധിപൻ വിധി പറഞ്ഞു. ആരെവിടെ? സ്വന്തം വസ്തുക്കൾ സൂക്ഷിക്കാൻ കെൽപ്പില്ലാത്ത ഈ മരപ്പാവയെ തുറങ്കിലടക്കൂ. വിധി കേട്ട് കുഞ്ഞൂട്ടൻ ഞെട്ടി. വാദിയെ പ്രതിയാക്കുന്ന ന്യായാധിപനെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആൾക്കുരങ്ങിന്റെ അനുയായികൾ അവനെ പിടിച്ചു കൽത്തുറങ്കിലിട്ടു.